കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കല്യാണത്തിന് പോയപ്പോഴത്തേക്കും ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ കിച്ചണിലോട്ടായിരുന്നു. ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ 350 കിലോയുടെ മട്ടൻ ബിരിയാണിയാണ് അവിടെ ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ അവിടെ കുറച്ചു നേരം നിന്ന് കറങ്ങിയപ്പോഴത്തേക്കും ഇതാ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു തുടങ്ങാനായിട്ട് പോവുകയാണ്. അവരുടെ ഈ ഒരു മട്ടൻ ബിരിയാണി അത് എടുത്തു പറയേണ്ടത് തന്നെ കേട്ടോ. നല്ല അടിപൊളി മസാലയും മട്ടന്റെ ഒക്കെ മീറ്റ് ആണെങ്കിൽ തന്നെ നല്ല 5 പരുവത്തിലാട്ടോ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ചിക്കൻ പെരട്ട് അതൊരു ഒന്നൊന്നര ഐറ്റം തന്നെ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുത്തതിന് ശേഷം അവരുടെ തന്നെ സ്പെഷ്യൽ മസാലയിലിട്ട് മിക്സ് ചെയ്തിട്ടാട്ടോ ഈ ഒരു ഐറ്റം കിട്ടുന്നത്. ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഫ്രഷ് ജ്യൂസും സ്നാക്സും അതുപോലെ തന്നെ ലൈവായിട്ട് അടിക്കുന്ന ചായയും മറ്റു ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഹാളിലോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലായിരുന്നു അവർ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാളാണെങ്കിലും അതുപോലെ തന്നെ കഴിക്കാനുള്ള സ്പേസിലാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലായിരുന്നു അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അവരുടെ ഈ ഒരു മട്ടൻ ബിരിയാണി അതൊരു നൈസ് സാധനം തന്നെ കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ചിക്കൻ പെരട്ടും ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അടിപൊളി സാധനം കേട്ടോ. അവരുടെ ചിക്കൻ പെരട്ട് മട്ടൻ ബിരിയാണി മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി സദ്യയും ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കഴിക്കാനായിട്ടുള്ള ഡെസേർട്സ് ഉണ്ടായിരുന്നു. ഇത് വരാൻ നേരത്ത് ബ്രൗണിയും ഐസ്ക്രീമും ആട്ടോ ഉണ്ടായിരുന്നത്. ഇനി കാറ്ററിംഗിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഫുഡും സർവീസും ഡെക്കറേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. A to Z കാറ്ററിംഗ് ആട്ടോ ഇവിടുത്തെ ഫുൾ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ആക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.